നമസ്കാരം. ഹൊലാവിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 പരീക്ഷ കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ GS റിക്വയർമെൻറ്റ്സ് എങ്ങനെ ക്ലിയർ ചെയ്യണം, ജെനുവിൻ സ്റ്റുഡൻറ്റ് റിക്വയർമെൻറ്റ്സ് എങ്ങനെ ക്ലിയർ ചെയ്യണം, അതിനകത്ത് അക്കാഡമിക്സ്, അതായത് നിങ്ങളുടെ പരീക്ഷയുടെ സ്കോർ എത്ര വേണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് എത്രയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഫേമസ് മാജിക് നമ്പേഴ്സ് ഈ വീഡിയോയിൽ റിവീൽ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഗുണം ചെയ്യും. ആദ്യമായി തന്നെ അക്കാഡമിക്സ്. +2 നമുക്കൊരു 60% ഓവറോൾ സ്കോർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഈ ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ്, ഫോർ എക്സാമ്പിൾ നേഴ്സിംഗ്, മെഡിസിൻ, സോഷ്യൽ വർക്ക്, സൈക്കോളജി പ്രോഗ്രാംസ് ഒക്കെ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടുതലുള്ള പ്രോഗ്രാംസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് മിനിമം സ്കോർ വേണ്ടത് 65% ആണ്. ചില യൂണിവേഴ്സിറ്റീസ് പ്രത്യേകമായി 65 to 72% എടുത്ത് ചോദിക്കാറുണ്ട്. സ്കോളർഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 70% ഉണ്ടെങ്കിൽ മാക്സിമം കിട്ടാവുന്ന സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ആവറേജ് ആൾക്കാർക്ക് കിട്ടുന്ന സ്കോളർഷിപ്പായ 20% സ്കോളർഷിപ്പ് നേഴ്സിംഗ് പോലത്തെയുള്ള പ്രോഗ്രാംസിനൊക്കെയാണ് 70% എന്തായാലും വേണം. 65% തൊട്ട് സ്കോളർഷിപ്പുകൾ കിട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം കൂടുതൽ മാർക്സ് ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് കൂടുതൽ കിട്ടും. എയിം ഫോർ 75% എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് മാക്സിമം കിട്ടാനായിട്ട് കേട്ടോ. പിന്നെ വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് ഒക്കെയാണ് കിട്ടേണ്ടതെങ്കിൽ 90% മേളിലുള്ളവർ അത് പ്രതീക്ഷിച്ചാൽ മതി. അത് 50% വരെ സ്കോളർഷിപ്പ് കിട്ടും കേട്ടോ. ഓസ്ട്രേലിയയിലെ സ്കോളർഷിപ്പ്സ് എന്ന് പറഞ്ഞാൽ 20% to 50% റേഞ്ച് ചെയ്ത് നിൽക്കും ടോട്ടൽ ഫീസ്. അതുപോലെ എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു ചോദ്യമാണ്, അണ്ടർ 18 ആണെങ്കിൽ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പറ്റുമോ, അതായത് ഒരു അഡൾട്ട് ആയിട്ടില്ല അല്ലാതെ പോയി പഠിക്കാൻ പറ്റുമോ, സാധാരണ പേരൻസ് വേണ്ടേ എന്നാണ്. പേരൻസിൻ്റെ ആവശ്യമില്ല, അതിന് സൊല്യൂഷനുണ്ട്. അണ്ടർ 18 ആയിട്ടുള്ളവർക്കും പോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഹൊലാവേർഡ് വഴി പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് എക്സ്ട്രാ പേപ്പർ വർക്ക് വരുമെന്നേ ഉള്ളൂ. അണ്ടർ 18നും ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാം. ജൂലൈ ഇൻടേക്കിൽ എല്ലാവർക്കും 18 വയസ്സ് തികയണമെന്നില്ല അല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള പേപ്പർ വർക്ക്സിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പഠിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾ വിസ ലോഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ക്ലാസ് തുടങ്ങുന്ന ഒരു 2 മാസം മുന്നെങ്കിലും വിസയ്ക്ക് ലോഡ് ചെയ്യണം, അണ്ടർ 18 സ്റ്റുഡൻസ് പ്രത്യേകിച്ച്. നെക്സ്റ്റ് പോയിന്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് +2 കഴിഞ്ഞ് പോകുന്നവർ മിക്കവാറും ബാച്ചിലേഴ്സ് പ്രോഗ്രാമിനാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ബാച്ചിലേഴ്സിന് പോയില്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് പോകാൻ പറ്റും, പക്ഷേ അതിന് വിസ സക്സസ് വളരെ കുറവാണ്. ഞാനിപ്പോൾ ബാച്ചിലേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് പറയാം. 6 ബാൻഡ് IELTS അല്ലെങ്കിൽ 50 out of 90 ഇൻ PTE, ഇൻഡിവിജ്വലും ഓവറോളും അത്രയും മതി. ഇനി ഹെൽത്ത് സെക്ടറാണ് നോക്കുന്നതെങ്കിൽ ബാൻഡ് ലേശം കൂടുതൽ വേണം. 7 ബാൻഡ് IELTS ഇൻഡിവിജ്വലും വേണം ഓവറോളും വേണം, വിച്ച് മീൻസ് PTക്ക് 65 out of 90 ഇൻഡിവിജ്വലും വേണം ഓവറോളും വേണം. ഗ്രൂപ്പ് ഓഫ് 8 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കറിയാം PTE IELTS എളുപ്പമുള്ള പരീക്ഷയാണെന്ന്. ചില ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ് 72 out of 90 വേണമെന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് ഏതാണെന്നും കൂടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. നമ്മൾ ആദ്യം പറയുന്ന കുട്ടികളോട് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലിയർ ചെയ്തിട്ട് വായോ, അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കൃത്യമായി പറഞ്ഞു തരാമെന്നുമാണ്. ഇനി ഇത് മാത്രമല്ല, നേഴ്സിംഗ് തുടങ്ങിയ പ്രോഗ്രാംസിനൊക്കെ 65 സ്കോർ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എന്താണ് ക്ലബിംഗ്? ആദ്യത്തെ ടേക്കിൽ നിങ്ങൾക്ക് എല്ലാ സെക്ഷനും 65 കിട്ടിയില്ല, ഓവറോൾ 65 കിട്ടി എങ്കിൽ അടുത്ത സെക്കൻഡ് ടേക്കിൽ നിങ്ങൾക്ക് കുറഞ്ഞു പോയ സെക്ഷന് 65 കിട്ടുകയും ഓവറോൾ 65 കിട്ടുകയും ചെയ്താൽ ക്ലബിംഗ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെയാണ് IELTS കേട്ടോ. അടുത്തതായി ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായി മാജിക് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 45, 10, 12. 45 ലക്ഷം, 10 ലക്ഷം, 12 ലക്ഷം. എന്താണ് ഈ 45 ലക്ഷം? ഓൺ ഫണ്ട് ആവാം, എഡ്യൂക്കേഷൻ ലോൺ ആവാം. ഈ 45 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന ടോട്ടൽ ഫണ്ടാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട ടോട്ടൽ ഫണ്ട് 45 ലക്ഷം രൂപ. ഇത് എഡ്യൂക്കേഷൻ ലോണായിട്ട് പറ്റും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പറ്റും, സേവിങ്സ് ആയിട്ട് പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടും പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 30 ലക്ഷത്തിൻ്റെ ലോണേ കിട്ടുന്നുള്ളൂ, 15 ലക്ഷം രൂപയുടെ FD ഉണ്ട്, 45 ലക്ഷം ആയല്ലോ. അപ്പോൾ ഈ ഫണ്ടാണ് 45 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇതൊരു നാഷണലൈസ്ഡ് ബാങ്കിലുള്ള ഫണ്ട് ആയിരിക്കണം. സെയിം ഇതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലെ ആയിരിക്കണം. നാഷണലൈസ്ഡ് ബാങ്ക് ഓർ ഷെഡ്യൂൾഡ് ബാങ്ക് കേട്ടോ. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രീമിയം ആണ്. ഷെഡ്യൂൾഡ് ബാങ്കിനകത്ത് കുറച്ചുകൂടെ ആൾക്കാർ കയറി വരും. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്ക് പോലത്തെ കേരള ഗ്രാമീണ ബാങ്കോ കോപ്പറേറ്റീവ് ബാങ്കോ അങ്ങനത്തെ ബാങ്കുകൾ പറ്റുകയില്ല. പോസ്റ്റ് ഓഫീസിലെ ഫണ്ട് പറ്റത്തില്ല, ട്രഷറിയിലെ ഫണ്ട് പറ്റത്തില്ല. അപ്പോൾ ഈ നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ നാഷണലൈസ്ഡ് ശ്രദ്ധിക്കുക, ഷെഡ്യൂൾഡ് ബാങ്ക് ശ്രദ്ധിക്കുക. ഇനി ഓൺ ഫണ്ട് ആണെങ്കിൽ ഈ ഫണ്ടിന് മിനിമം 6 months മച്യൂരിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം.
ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ സോഴ്സ് നമുക്ക് സബ്മിറ്റ് ഫോർ ചെയ്യാൻ എക്സാമ്പിൾ പറ്റുന്നുണ്ടാവും. സാലറി അക്കൗണ്ടിൽ അക്രൂഡായിട്ട് കിടക്കുന്ന പൈസ ആണെങ്കിൽ അതിന് സോഴ്സ് ഉള്ള പൈസയാണ്. കാരണം നിങ്ങൾക്ക് മാസം മാസം കിട്ടുന്ന സാലറി വരുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയാണ് കേട്ടോ. അല്ലാതെ നിങ്ങളിപ്പോൾ പെട്ടെന്നൊരു കാർ വിറ്റിട്ടോ അല്ലെങ്കിൽ വസ്തു വിറ്റിട്ടോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സോഴ്സ് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെയാണ്. മനസ്സിലായോ? ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി വിറ്റിട്ട് നമുക്ക് അതിന്റെ സെയിൽ ഡീഡ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സെയിൽ ഡീഡാണ് നമ്മളിവിടെ സോഴ്സ് ആയിട്ട് വെക്കുന്നത്. അപ്പം ബൾക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 45 ലക്ഷം രൂപ വന്നു. അതിന്റെ സോഴ്സ് എവിടെ? എങ്ങും കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സെയിൽ ഡീഡ് ആണ് ഇവിടെ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് ആയിട്ട് വെക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഷോമണി കാണിക്കുന്ന പരിപാടി ഓസ്ട്രേലിയയിൽ നടക്കുകയില്ല. അതായത് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ച് അക്കൗണ്ടിൽ കുറച്ച് നാൾ സ്വീകരിച്ച് വെച്ചിട്ട് കൊടുക്കുന്നത്. അങ്ങനെ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിക്കുന്നുണ്ടെങ്കിൽ 6 മാസം അനക്കാതെ ഇടണം എന്നുള്ളതാണ് നിയമം. മനസ്സിലായോ? 6 മാസത്തേക്ക് ആ പണത്തെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പണമായിട്ട് കരുതും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വസ്തു വിറ്റിട്ട് അതിൻ്റെ ഫണ്ട് കാണിക്കുകയാണെങ്കിൽ അതിന് 1 മാസം മെച്യൂരിറ്റി മതി, 1 ദിവസത്തെ മെച്യൂരിറ്റി മതി. പക്ഷേ ആ വസ്തുവിൻ്റെ രേഖകൾ കൂടി നമുക്ക് കാണിക്കണം. ആ സെയിൽ ഡീഡ് നമുക്ക് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബിസിനസ് വിറ്റതിൻ്റെ രേഖകൾ കാണിക്കേണ്ടി വരും. ആളുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് KSFE ചിട്ടി ഫണ്ട് ഉപയോഗിക്കാറുണ്ട്, പോസ്റ്റ് ഓഫീസിലെ ഫണ്ട്, നമ്മുടെ PF ട്രഷറിയിലെ ഫണ്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എപ്പോഴാണോ ആവശ്യം അതിനോടനുബന്ധിച്ച് മാത്രം നമ്മൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയാവും. ഇതിനൊക്കെ നമുക്ക് സോഴ്സ് ഉണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. KSFEയുടെ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചിട്ടി ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ചില കേസുകളിൽ അത് കടന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ മിക്ക കേസുകളിലും പിടിവീഴാൻ സാധ്യതയുണ്ട്. കാരണം അടഞ്ഞു തീരാത്ത ചിട്ടിയാണെങ്കിൽ ആ ഫണ്ട് മുഴുവൻ നിങ്ങളുടെ അല്ല. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലോൺ അല്ലേ? അപ്പോൾ ലോണൊന്നും സമ്മതിക്കുകയില്ല. ഒറ്റ ലോണേ പറ്റത്തുള്ളൂ, അത് എഡ്യൂക്കേഷൻ ലോണാണ്. അപ്പോൾ ഫണ്ട് ഇല്ലാത്തവർ, വസ്തു ഉള്ളവരാണെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിപാടി എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക. ഇനി ചിലപ്പോൾ ബിസിനസ്സുകാരൊക്കെ കാണും, അവർക്ക് ഫണ്ട് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, കുറച്ച് ബ്ലാക്കിലും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഈ വസ്തു കാണും, ആ വസ്തു വെച്ചിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റോ പലിശയോ ഒന്നും വരുന്നില്ല എന്ന് ഓർക്കണം. ആ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇൻഷുറൻസും അങ്ങനത്തെ കുറച്ച് തുകയും അതിൻ്റെ പേപ്പർ വർക്കിനും ഒക്കെ ആയിട്ടൊരു തുക പോകും. പക്ഷേ ഈ പേപ്പർ ഭയങ്കര പവർഫുള്ളാണ്. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂവിൽ നിന്ന് എടുത്ത് ഫീസ് അടച്ചാലും കുഴപ്പമില്ല. എഡ്യൂക്കേഷൻ ലോണിൽ നിന്ന് ഫീ അടച്ചാൽ മാത്രമേ നമുക്ക് നഷ്ടം പലിശയായിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഈ ഡോക്യുമെന്റ് വളരെ പവർഫുൾ ആണ്. കാരണം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ലീഗലായിട്ട് നമുക്ക് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ കടമ്പ ജെനുവിൻ ഫണ്ട് ഉണ്ട് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തെളിയിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി വേണമെങ്കിലും പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ഓസ്ട്രേലിയയിലുള്ള ഡൊമസ്റ്റിക് സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ കിട്ടാത്ത പ്രീമിയം ഗ്രൂപ്പ് ഓഫ് 8 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്, ഇവിടെയൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ദിസ് റിക്വയർമെൻറ്റ്. ജെനുവിനായിട്ട് ഫണ്ട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്റ്റുഡൻറ്റിന് ഈ പറയുന്ന കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ ഈ ലോണിൻ്റെ അസിസ്റ്റൻസിന് പോകുന്നതിന് മുന്നേ നല്ല ഒരു കൺസൾട്ടൻസിനെ കണ്ട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ലോണിന് പോവുക. നമ്മൾക്കൊരു ലോൺ അസിസ്റ്റൻസ് ടീം ഉണ്ട്. അതുപോലെ തന്നെ കൊളാട്രൽ അസറ്റ് വെച്ചിട്ട് വേണം നമുക്ക് ലോൺ എടുക്കാനായിട്ട്. കൊളാട്രൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതും യൂണിവേഴ്സിറ്റീസ് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ യൂണിയൻ ബാങ്ക് ഓസ്ട്രേലിയയിലെ ടോപ്പ് 10 അവരുടെ റാങ്കിങ് ഉണ്ട്. അതിൽ ടോപ്പ് 10 വരുന്ന 110-120 റാങ്കിങ് വരുന്നതാണ് ആ ഓസ്ട്രേലിയയുടെ. ഞങ്ങൾ എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്ന ടോപ്പ് ടയർ യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് ആക്ച്വലി യൂണിയൻ ബാങ്കിന്റെ യൂണിവേഴ്സിറ്റീസ്. അത് 11 എണ്ണം ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് 8 കൂടാതെ RMIT, DK. അപ്പോൾ ഈ 11 യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും യൂണിയൻ ബാങ്കിലെ നോൺ കൊളാട്രൽ ലോൺ എടുത്താൽ. ബാക്കി ഒരു ലോണും HDFC ക്രെഡിറ്റിൽ എടുക്കുന്നത് നല്ലൊരു ബുദ്ധിയല്ല. ഫണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് പറ്റത്തില്ല എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒപ്പിന് കുപ്പി എന്നുള്ളൊരു സംവിധാനത്തിൽ വേണമെങ്കിൽ മാനേജേഴ്സിന് ഇത് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്ത കേസുകൾ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് HDFC ക്രെഡിറ്റിലേക്ക് ആണെങ്കിൽ നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് 55 ലക്ഷമാണെന്ന് സപ്പോസ് അത്രയാണെന്ന് വിചാരിക്കുക. ആ മുഴുവൻ എമൗണ്ട് ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കാണ്ട് യൂണിവേഴ്സിറ്റി അതിനെ സമ്മതിക്കില്ല. അത് നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് സജഷൻ വേണം. ഇപ്പം നമ്മുടെ ഏജൻസി വഴി അല്ല നിങ്ങൾ വരുന്നതെങ്കിലും ഞങ്ങളോട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ട്. കമ്പയർ മോസ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിനെ പറ്റി പറഞ്ഞു തരണമെങ്കിൽ അവരെ കൊണ്ട് അത് സാധിക്കും. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് നമുക്കത് സോർട്ട് ചെയ്ത് തരാൻ പറ്റും. അതുപോലെ ലോണിന് അസിസ്റ്റൻസും തരുന്നുണ്ട് ഈ കമ്പയർ മോസ് ടീം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ പറഞ്ഞു തീർന്നത് 45 എന്ന് പറഞ്ഞ മാജിക് വാല്യൂവിനെ പറ്റിയാണ്. 45 കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി എല്ലാം പറഞ്ഞു. നമുക്ക് അടുത്ത
സ്ഥാനത്തിലേക്ക് പോവാം. അതടുത്ത് എന്താണ്? 10 ലക്ഷം. 10 ലക്ഷം എന്താണ്? 10 ലക്ഷം ഇത് കൂടാണ്ട് നമ്മുടെ കയ്യിൽ ഓൺ ഫണ്ടായിട്ട് വേണ്ടതാണ്. ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ ലോണാണ് എടുക്കുന്നതെങ്കിൽ കൂടി യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാറുണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് കുട്ടിയുടെ പേരിൽ ഓൺ ഫണ്ടായിട്ട് വേണം. കുട്ടിയുടെയോ കുട്ടിയുടെ പേരൻസിൻ്റെയോ അക്കൗണ്ടിൽ അത് ഉണ്ടാവണം. അത് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. ഇതിൻ്റെ മെച്യൂരിറ്റി വലിയൊരു വിഷയമാവുന്നില്ല. ഇതിൻ്റെ 3 മാസം മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഒരു 10 ലക്ഷം രൂപ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ലോണിലാണുള്ളതെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കയ്യിൽ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ്. ഇനി അതില്ലെങ്കിൽ നമുക്കതിനെ സോർട്ട് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഡിസ്കഷൻസിലൂടെ നമുക്ക് പറഞ്ഞു തരാം, കേസ് ബൈ കേസ് ബേസിസിൽ. പക്ഷേ ഏറ്റവും ഐഡിയൽ പ്രൊഫൈൽ ഇപ്പോൾ ഒരു നല്ല ഏജൻസി അല്ല നിങ്ങളെ സഹായിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റൂൾസ് ഫോളോ ചെയ്താൽ മതി. 45 ലക്ഷം രൂപ നമ്മൾ പറഞ്ഞ ഫണ്ട്, 10 ലക്ഷം രൂപയുടെ ഫണ്ട് ഓൺ ഫണ്ടായിട്ട് കൈ കാണുക. 45 എന്ന് പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ ലോണായിട്ടോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ കാണുന്ന ബിഗ് ഫണ്ട്. അതുകൂടാതെ ഒരു 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ലിക്വിഡായിട്ട് എപ്പോൾ വേണേലും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാഷ് ആയിട്ട് അക്കൗണ്ടിൽ സൂക്ഷിക്കുക. സേവിങ്സിലോ FDയിലോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ. കറണ്ട് അക്കൗണ്ടിലെ ഫണ്ട് ബിസിനസ്സിൻ്റെ ഫണ്ടാണ്, അത് സ്വീകരിക്കുകയല്ല. സേവിങ്സിലോ FDയിലോ ഉള്ള ഫണ്ടാണ് നമുക്ക് വേണ്ടത്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു, വിശകലനം നന്നായി പറഞ്ഞു. അടുത്ത വാല്യൂയിലേക്ക് പോയാലോ? ITRൻ്റെയാണ് 12 ലക്ഷം. ഇത് മാൻഡേറ്ററി ആണ്. പക്ഷെ എല്ലാവരും ITR ഫയൽ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, എല്ലാവരും വേണ്ട. ഇന്ത്യയിലാണ് നിങ്ങളുടെ സ്പോൺസേഴ്സ് എങ്കിൽ മാൻഡേറ്ററി ആണ് ITR. അതായത് കുട്ടിയുടെ സ്പോൺസേഴ്സ് ആവാൻ പറ്റുന്ന ആർക്കൊക്കെയാണ്? അച്ഛൻ, അമ്മ, സിബ്ലിങ്സ്, അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, ഗ്രാൻഡ് പേരൻസ്, ഇത്ര ആൾക്കാർക്ക് ആവാൻ പറ്റത്തുള്ളൂ. ഇതിൽ പ്രൈമറി സ്പോൺസേഴ്സ് എന്ന് പറയുന്ന ആരെയൊക്കെയാണ്? പേരൻസ് ആണ്. അച്ഛൻ, അമ്മ, സിബ്ലിങ്സിനെയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം അച്ഛൻ അമ്മയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കേസിലും. ഇപ്പോൾ നിങ്ങളുടെ സിബ്ലിംഗ് ഫിനാൻഷ്യലി ഒരു റേഞ്ചിൽ കൂടുതൽ ഏൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു എന്തെങ്കിലും ബിസിനസ് ഒക്കെ നടത്തുകയാണ്, ഒരു മോർ ദാൻ 50 lakhs കൂടുതൽ ഏൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ITR അത്രയൊക്കെ. പിന്നെ ചില കേസുകളിൽ അച്ഛൻ മരിച്ചുപോയോ അമ്മ മരിച്ചുപോയോ അങ്ങനത്തെ കേസുകളിൽ നമുക്കത് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സെക്കൻഡറി സ്പോൺസറിൻ്റെയും കൂടെ ഈ പറഞ്ഞ സിബ്ലിങ്ങിനെയും കൂടെ ഈ പ്രൈമറി സ്പോൺസർ റേഞ്ചിലേക്ക് കൊണ്ടുവരാം. സെക്കൻഡറി സ്പോൺസർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അങ്കിൾ, ഗ്രാൻഡ് പേരന്റ്, അച്ഛന്റെ അമ്മയുടെയോ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി. അതെ, അപ്പൊ അച്ഛന്റെ സഹോദരന്റെ ഭാര്യയ്ക്കാവാൻ പറ്റില്ല. അതായത് ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് രേഖയും വെക്കേണ്ടി വരും കേട്ടോ. അതായത് ആധാറോ പാസ്പോർട്ടോ വഴി നിങ്ങളുടെ പേരൻസിൻ്റെയും ആളുടെയും അതേ ഡോക്യുമെൻ്റ് വെക്കുമ്പോൾ ലിങ്ക് ചെയ്യും അവരുടെ പേരൻസിൻ്റെ പേര് സെയിം ആണെന്ന്. അങ്ങനെ നമുക്ക് തെളിയിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ഗ്രാൻഡ് പേരൻസിൻ്റെയും സെയിം പറ്റും. ഇനി ഒരു ബേസിക് റൂള് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ് ആ ഭാഗത്തിലേക്ക് തിരിച്ചു വരാം. 45 ലക്ഷം രൂപ എന്ന് പറഞ്ഞല്ലോ. ആ 45 ലക്ഷം രൂപയുടെ 70% എങ്കിലും, അല്ലെങ്കിൽ 45 + 10 55 മൊത്തത്തിൽ നമുക്ക് വേണം പറയാം 55 ലക്ഷം രൂപയുടെ 70% എങ്കിലും പ്രൈമറി സ്പോൺസേഴ്സിൻ്റെതാവണം ഫണ്ട്. പ്രൈമറി സ്പോൺസേഴ്സ് അച്ഛനമ്മ, സിബ്ലിങ്ങും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കേസ് ബൈ കേസ് ബേസിസ്. 30% ക്യാൻ ബി ഫ്രം സെക്കൻഡറി സ്പോൺസേഴ്സ്. അവരുടേത് വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് എടുക്കാം. 30% ഓഫ് 55 ലക്ഷം രൂപ കേട്ടോ. അത് ആരൊക്കെയാണ്? അങ്കിൾ ആൻറ്റിയും ഗ്രാൻഡ് പേരൻസും ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 12 ലക്ഷത്തിലേക്ക് തിരിച്ചു വരാം. ഈ 12 ലക്ഷം രൂപ വാർഷിക വരുമാനം വേണമെന്നാണ് റൂള്. ഇതിൻ്റെ 70% പ്രൈമറി സ്പോൺസേഴ്സിൻ്റെയാണ്. അപ്പോൾ 12ൻ്റെ 70% എന്ന് പറഞ്ഞാൽ 8.4 ലക്ഷം രൂപയാണ് കേട്ടോ. 8.4 ലക്ഷം രൂപ പേരൻസിൻ്റേതായിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉചിതം. ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ US-ലോ ഗൾഫിലോ ഉള്ള ഏതെങ്കിലും ഒരു അങ്കിള് കാണുന്നത്. അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നമ്മുടെ ഈ പറഞ്ഞ റിലേഷനിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്നുകൂടെ സ്ട്രോങ് ആവും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഈ സ്പോൺസർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന കേസാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രൊഫൈല് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കിന്റെ കാര്യത്തിൽ മാത്രമേ കയ്യിൽ നിന്ന് ചില്ലിക്കാശ് പോലും ചെലവേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ അങ്കിളോ ആൻറ്റിക്കോ അയച്ചു കൊടുക്കാനും കൂടെ പറ്റുന്ന വീഡിയോ ആണ്. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അവരൊരു അഫിഡവിറ്റ് ഓഫ് സപ്പോർട്ട് സൈൻ ചെയ്ത് തരുന്നു എന്ന് കരുതി നിങ്ങളുടെ ഫണ്ടിങ് അവർ ചെയ്യുമെന്നല്ല പറയുന്നത്. ഒരു ബാക്കപ്പിന് നിങ്ങളുടെ ഫാമിലിയിൽ റിസോഴ്സ് ഉള്ള ആൾക്കാരുണ്ട് എന്ന് യൂണിവേഴ്സിറ്റിക്ക് ഒന്ന് തോന്നാനോ, ഒന്നും ഇല്ലാത്ത വീട്ടിലെ പിള്ളേരല്ല പഠിക്കാൻ വരുന്ന ഓസ്ട്രേലിയക്ക്. ഒരു അപകടം വന്നാലോ ഒരു സപ്പോർട്ടോ വന്നാലും നമ്മുടെ ഫാമിലിയിൽ അതിന് ശേഷിയുള്ള ആൾക്കാരുണ്ട് എന്ന് കാണിക്കാൻ മാത്രം. അപ്പോൾ അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ഒരു അങ്കിളോ ആൻറ്റിയോടോ ഈ സഹായം ചോദിക്കാനായിട്ട് ഒന്നും പേടിക്കേണ്ട. ഈ പറയുന്ന ടൈം ലൈനുള്ള വീഡിയോ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. പലരും അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ആ ഒരു ലെറ്റർ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തരുന്നതിന് ഭയങ്കര പവറാണ്. അപ്പോൾ അത് ചെയ്ത് കുട്ടികളെ സഹായിക്കുക. അവരുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും.
അതുപോലെ ഈ 8.4 lakhs ITR വേണമെന്ന് പറയുന്നത് പേരൻസിന്റെ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് രണ്ടുപേരുടെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് 8.4. നല്ല ചോദ്യമാണ്. 8.4 രണ്ടുപേരുടെയും കൂടെ കമ്പൈൻ ചെയ്ത് കാണിച്ചാൽ മതി. പക്ഷേ പേരൻസ് ഒരാളുടെ എങ്കിലും ഇൻകം 6 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കണം. കഴിഞ്ഞ വർഷം ഞാൻ 6.5 പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ITRൽ നമ്മുടെ ടാക്സ് ലാബുകൾ കുറച്ചുകൂടെ നീക്കി നമുക്ക് ഫ്രീ ആക്കിയുള്ള ടാക്സ് ഫ്രീ ത്രഷോൾഡ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തൊട്ടേ ടാക്സ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 6 കാണിച്ചാലും മതി. അപ്പോൾ 6.5 ഐഡിയൽ വാല്യൂ. ഒരു പേരൻറ്റിൻ്റെ എങ്കിലും 6 ലക്ഷം രൂപയുടെ ഇൻകം ഉണ്ടോ എങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ 6 ലക്ഷം ആണെങ്കിലും വർക്കാവും. അപ്പോൾ ഒരു പേരൻറ്റിൻ്റെ 6, അച്ഛൻ്റെ 6 ആണെങ്കിൽ അമ്മയുടെയോ നമ്മുടെ പ്രൈമറി സ്പോൺസേഴ്സിലുള്ള സിബ്ലിങ്ങോ വേറെ ആരെങ്കിലും നിങ്ങൾ കാണിക്കുന്നെങ്കിൽ അവരുടെയും കൂടെ ആഡ് ചെയ്ത് 8.4 വരുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കാര്യം, എപ്പോഴും ടാക്സബിൾ ഇൻകമാണ് ഏറ്റവും നല്ല ഒരു വാല്യൂ. അപ്പോൾ ഇപ്പോഴത്തെ ടാക്സ് ലാബ് 2.5 ലക്ഷം ആയതുകൊണ്ട് 6ൻ്റെ കൂടെ 2.5 ലാക്സിൻ്റെ ഇൻകമാണ് ഒരു സ്പോൺസറോടെ കാണിച്ചാൽ 6ഉം 2.5 കൂടെ ആകുമ്പോൾ 8.5 ആകും. അപ്പോൾ 8.4 എന്നുള്ള കണ്ടീഷനെ നമ്മൾ ബീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതൊരു നല്ല രീതിയാണ് നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാൻ. അപ്പോൾ ഇതൊന്ന് ചാടി കയറി ഫയൽ ചെയ്യരുത്. കൺസൾട്ട് ചെയ്ത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെൻറ്റ്സും കൂടെ ഒരു എക്സ്പേർട്സിൻ്റെ അടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം ITR ഫയൽ ചെയ്യുക. ഈ റീസെൻറ്റ് ഇയറിൽ പഴയതൊക്കെ നിങ്ങൾ ഫയൽ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇതൊക്കെയാണ് ഏകദേശ ഗൈഡ് ലൈൻസ്. അതിന് കാരണം നേരത്തെ ജസ്റ്റ് ITR ഫയൽ ചെയ്ത് ആ പേപ്പേഴ്സ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. എന്ത് ഇൻകം വെച്ചിട്ടാണ് നമ്മൾ ITR ഫയൽ ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ സോഴ്സ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ആണെങ്കിൽ നമ്മുടെ ഇവിടെ കാർഡമം ബിസിനസ് ചെയ്യുന്ന കാർഡമം കൃഷിയുള്ളവരുണ്ട്. അവർക്ക് ചിലപ്പോൾ ലോൺ കിട്ടാനൊക്കെ പാടായിരിക്കും. ചിലപ്പോൾ ലാൻഡിന് പട്ടയത്തിന് പ്രോബ്ലം കാണും. പക്ഷേ കയ്യിൽ കാശ് ആവശ്യത്തിൽ കൂടുതൽ കാണും. അപ്പോൾ അതൊക്കെ വരുന്ന കേസുകൾ കേസ് ബൈ കേസിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട രേഖകൾ ഡിഫറൻ്റ് ആണ്. അതിന് ITR ഫയൽ ചെയ്യണം. അതുപോലെ റബ്ബർ കർഷകരുണ്ട്, റബ്ബർ GST ബിൽസ് ഒക്കെ അതിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഇൻകം വെച്ചിട്ടാണ് നിങ്ങൾ ITR ഫയൽ ചെയ്തിരിക്കുന്നതെങ്കിൽ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ പഞ്ചായത്ത് രജിസ്ട്രേഷനോ മുനിസിപ്പാലിറ്റിയിലെ രജിസ്ട്രേഷനോ ഡോക്യുമെൻറ്റ്സ് വേണം. 3 ഡോക്യുമെൻറ്റ്സ് വരെയാണ് ബിസിനസ്സിന് ചോദിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയും കൃത്യമായി നമ്മുടെ GS ടീം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ നല്ല ഏജൻസിയിൽ എവിടെ പോയാലും ഇതിൻ്റെ ഒരു കൺസൾട്ടേഷൻ ലഭിക്കും. അത് മനസ്സിലാക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓരോരുത്തരുടെ കേസും ഡിഫറൻ്റ് ആണ് കേട്ടോ. ഞാനിത് പറയാൻ കാരണം അഗ്രികൾച്ചറിനുള്ള ഡോക്യുമെൻ്റ് അല്ല ബിസിനസ്സുകാർക്കുള്ള ഡോക്യുമെൻ്റ്, അതല്ല സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഡോക്യുമെൻ്റ്. ഇനി ഗൾഫിലുള്ള ബിസിനസ്സുകാരാണെങ്കിൽ അറിയാം, അറബിയുടെ പേരിലായിരിക്കും ബിസിനസ്. നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന പോലെയാണെങ്കിൽ നിങ്ങളായിരിക്കും ആ സ്ഥാപനം നടത്തുന്നത്, നിങ്ങൾക്ക് ആ റവന്യൂ വരുന്നുണ്ടാവും. ആ കേസിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ സാലറി പോലെ കാണിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. തീർച്ചയായും എക്സ്പേർട്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ കേസ് ബൈ കേസിൽ പറഞ്ഞു തരാൻ പറ്റും. ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പോൺസേഴ്സ് ഇന്ത്യയിലാണെങ്കിലാണ് ഈ ITRന്റെ ആവശ്യമുള്ളത്. ഔട്ട്സൈഡിൻ്റെ ആണെങ്കിൽ സാലറി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സാലറി സ്ലിപ്പും മാത്രം മതിയാവും. അതുപോലെ ഒരു കുട്ടിക്ക് മാക്സിമം 3 സ്പോൺസേഴ്സിനെ ആഡ് ചെയ്യാം. അച്ഛൻ, അമ്മ, പിന്നെ ഏതെങ്കിലും ഒരു അങ്കിൾ ഓർ ആൻറ്റി അങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്വൻസ് അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാജിക് നമ്പേഴ്സ് ഒന്നുകൂടെ റിവിസിറ്റ് ചെയ്യാം. 45, 10, 12. ഈ 45, 10 കൂടെ ചേർന്ന് 55 വരുന്ന ഫണ്ട്. ഇനി 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 8.4 പ്രൈമറി സ്പോൺസേഴ്സിൻ്റെയും ബാക്കി സെക്കൻഡറി സ്പോൺസേഴ്സിൻ്റെയും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 12 വരണം. ഇനി 8.4-ൽ 6 ഒരു പേരൻറ്റിൻ്റെ 6 ആയിരിക്കണം. മറ്റേ ആളുടെ ഒരു 2.5 കാണിച്ച് 8.5 ആക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഇരട്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരേ ഇൻടേക്കിൽ ഒരേ യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ നേരെ ഇരട്ടയാണ് വേണ്ടത്. പക്ഷെ അതിനും നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരാൻ പറ്റും. ഒരേ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാതെ ഇതിനൊക്കെ ടേൺ അറൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും, പോകാൻ പറ്റും. പ്രൊവൈഡഡ് നിങ്ങളുടെ പ്രൊഫൈൽ ജെനുവിൻ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ആ പാറ്റേൺസിലൂടെ നിങ്ങളെ രക്ഷപ്പെടുത്തി ഒരേ ഇന്ത്യക്ക് തന്നെ പോകുന്ന ഇരട്ടി കുട്ടികളുടെ കേസുകളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മാജിക് നമ്പേഴ്സ് എന്നുള്ള സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ടോപ്പിക് എന്താണ്? പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സെക്കൻഡറി സ്പോൺസേഴ്സ് അങ്കിൾ ആൻറ്റി വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ രേഖകൾ തരാനൊന്നും മടിക്കും. പ്രൈവസി ഇഷ്യൂ, ഇതൊക്കെ എന്തിനാണ് ഏജൻസി ചോദിക്കുന്നത് എന്നൊക്കെ. കാരണം പാസ്പോർട്ട് വേണം, സാലറി സ്റ്റേറ്റ്മെന്റ് വേണം, പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം തന്നെ കളക്ട് ചെയ്യാൻ തരാനൊരു മടിയുണ്ട്. നമ്മളത് വളരെ വിജിലൻ്റ് ആയിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. പക്ഷേ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യത്ത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻസിനെ നല്ല സംശയം. നമ്മൾ ഓൾറെഡി ഒത്തിരി കള്ളത്തരം കാണിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ടാണ് അവർ ഇത്രയും കെയർഫുള്ളായിട്ട് പറയുന്നത്. പക്ഷേ കേസ് ബൈ കേസസിൽ നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് പറയുന്നതിൽ ഒരു റിലാക്സേഷൻ വരുത്താം. പക്ഷേ പ്രിഫറബിളി ഈ ഡോക്യുമെൻറ്റ്സും കൂടെ ഉള്ളതാണ് നല്ലത്. അപ്പം നമ്മൾ നേരെ അതില്ലാണ്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. പ്രൂവ് ചെയ്യണം.
നാഷണൽ ഐ ഡി വേണം, നാഷണൽ ഐ ഡി വേണം, അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ആ രാജ്യത്താണ് എന്നുള്ള കാണിക്കുന്ന അങ്ങനത്തെ രേഖകൾ ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും അങ്കിളിന്റെ കാരണം ഈ പറയുന്ന ആള് ഈ കുട്ടിയുടെ അങ്കിളോ അല്ലെങ്കിൽ ആന്റി ആണെന്ന് തെളിയിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഫേക്ക് ആയിട്ട് കല്യാണം കഴിച്ചു വരുന്ന ആൾക്കാരുണ്ട്, സഹോദരങ്ങൾ, കസിൻസ്, അങ്ങനെ പൈസ കൊടുത്തൊക്കെ ചെയ്യുന്ന ഒത്തിരി പരിപാടികളുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ അതിന് നമുക്കറിയാം ഇപ്പൊ ബുദ്ധിമുട്ട് വരുന്ന സൈബർ സെക്യൂരിറ്റി മേഖലയിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ആയിരിക്കും നമ്മളെ വിളിച്ചിട്ട് ലെക്ചറൊക്കെ തരും, ഇങ്ങനെ തരാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആപ്ലിക്കേഷൻസിൽ ഇച്ചിരി സംശയം അവർക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ രേഖകൾ കൂടി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടുന്നത്. യൂണിവേഴ്സിറ്റിയാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും ഓസ്ട്രേലിയക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ കസിനോ ചേട്ടനോ ചേച്ചിക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കുക. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ വിലയേറിയ ലൈക്കും കമൻറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് കമൻറ്റ് സംശയം ഉണ്ടെങ്കിൽ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഫോം അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി എൻക്വയറി ഫോം ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാം. വിളിക്കുമ്പോൾ ഓർക്കുക, ഇന്ത്യൻ ടൈം 9 to 5 മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിലൂടെയോ. എൻക്വയറി ഫോം ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. That's all for today. This is Jaswin and signing out from Hola World YouTube channel.